ഹലോ, ഞാനിന്നൊരു എക്സ്പെരിമെൻറ്റുമായിട്ടാണ് വന്നേക്ക്. നമുക്ക് പീനട്ട് ബട്ടർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞാനിങ്ങനെ വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ കണ്ടതാണ് വളരെ സിമ്പിളായിട്ടൊരു ചേച്ചി ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് പഴയ ഒരു പാത്രമാണ് എടുത്ത് വെച്ചിരുന്നത്. വീട്ടിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ തല്ല് മേടിക്കും. ഞാനിവിടെ 1 കപ്പ് പീനട്ട്, നമ്മുടെ കപ്പലണ്ടി 1 കപ്പാണ് എടുത്തേക്കുന്നത്. അതിന് നല്ലതായിട്ട് ചൂടായ പാനിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് അങ്ങോട്ട് ഇളക്കുക എന്ന് പറഞ്ഞാൽ ഇളക്കുക തന്നെയാണ്. അങ്ങോട്ട് ഇളക്കുക. നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. നല്ല മണമൊക്കെ വന്ന് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ഏകദേശം ആവാറായി. നന്നായിട്ട് ഇളക്കി അത് ഏകദേശം ഒരു ഈവനായിട്ട് ഇളക്കണം. ഈ ഒരു ഷെയ്ഡായി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു പരന്ന പാത്രത്തിലോട്ട് മാറ്റാം. എന്നുവെച്ചാൽ നല്ലതായിട്ട് തണുത്തിട്ട് വേണം ഇതിൻ്റെ തൊലി കളയാൻ, അല്ലെങ്കിൽ കൈപൊള്ളും, ശ്രദ്ധിക്കുക. ഇങ്ങനെ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മിക്സിയുടെ ഒരു ജാർ എടുക്കുക, അതിൻ്റെ അകത്തോട്ട് ഇടുക. ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്യുക, അതിന് ഇങ്ങനെ സൈഡിലിരിക്കുന്നതൊക്കെ തട്ടിയിടുക. ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇടുക. മധുരത്തിന് വേണ്ടിയിട്ട് ഷുഗറോ ഹണിയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം നമ്മുടെ ആവശ്യത്തിന്. എന്നിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെയാകും. പിന്നെയും ക്രഷ് ചെയ്ത് ഒരു ക്രീം പോലെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കതൊരു ജാറിലോട്ട് മാറ്റാം. നമ്മൾ പീനട്ട് ബട്ടർ റെഡി. എൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റാണ്. ഇറ്റ്സ്